ഡെലിവറി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോലും അറിയാണ്ട്, അതായത് എക്സ്പെക്ട് ചെയ്യാണ്ട് എൻ്റെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി. ഡെലിവറി കഴിഞ്ഞ കയ്യിലൊരു കുഞ്ഞുണ്ട്, പക്ഷെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കൂടുകയും കുറയുകയും ചെയ്യുക, കാരണങ്ങളില്ലാണ്ട് വിഷമം വരിക, ദേഷ്യം വരിക. അപ്പൊ ഇതൊക്കെ സാധാരണ ഒരു മൂഡ് സ്വിങ്സ് ആയിട്ട്, പോസ്റ്റ്മോർട്ടം മൂഡ് സ്വിങ്സ് ആയിട്ട് ഞാനും കരുതിയോളൂ. അങ്ങനെ ഞാൻ തള്ളിക്കളഞ്ഞേ. അപ്പൊ ഇത്തരം സിംറ്റംസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊരു സാധാരണ മൂഡ് സ്വിങ്സ് ആയിട്ട് കണ്ട് നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം ഇതിനൊക്കെ പിന്നിൽ ഒരു മെയിൻ വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ട്, മറ്റാരുമല്ല, തൈറോയിഡ്. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഷാദിയ. എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് റാൻഡം ഷാദിയ എന്നാണ്. ഞാനൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. അപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ തളർത്തിക്കളഞ്ഞ, അതായത് തളർത്തിക്കളഞ്ഞു എന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു അസുഖത്തെ പറ്റിയാണ്. അതായത് പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന അമ്മമാരും അതുപോലെ തന്നെ ഇനി ഡെലിവറി ചെയ്യാൻ പോകുന്ന അമ്മമാരും നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ആ ഒരു അസുഖത്തിൽ നിന്ന് അതിജീവിച്ചു വന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം, ഞാനൊരു ഡോക്ടറൊന്നും അല്ല. ഞാൻ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ കാര്യവും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്നും പറഞ്ഞ് ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് എന്താണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ്, അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ എന്താണ് പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ആ ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോ, നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് നോക്കാം. പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് 5% മുതൽ 10% വരെയുള്ള സ്ത്രീകളിൽ കാണാറുണ്ട്. ഈ ഒരു പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം, 2 ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞ് 2 മുതൽ 4 മാസം വരെയുള്ള ആ ഒരു കാലയളവിൽ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ കൂടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഡെലിവറി കഴിഞ്ഞ് 4 മുതൽ 8 മാസം വരുന്ന ആ ഒരു കാലയളവിൽ നമ്മുടെ തൈറോയിഡിന്റെ ഹോർമോൺ പെട്ടെന്ന് കുറയും. ഇനി നമുക്ക് ഇവ രണ്ടിന്റെയും സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ആദ്യം തന്നെ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നെഞ്ചിടിപ്പ് ഉണ്ടാവുക, അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കുറയുക, അമിതമായ ചൂട് അനുഭവപ്പെടുക, ആങ്സൈറ്റി. ഇനി നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. കോൺസ്റ്റിപ്പേഷൻ, എക്സ്ട്രീം ഡ്രൈനെസ് അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കുക, കടുത്ത ക്ഷീണം, മുടി കൊഴിച്ചിൽ. അപ്പൊ ഇത്തരം സിംറ്റംസ് ആണ് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ്. 80% സ്ത്രീകളിലും ഈ ഒരു പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ് വന്നാൽ അത് നമുക്ക് ചികിത്സിക്കുമ്പോൾ തന്നെ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് 1 ഇയറിനുള്ളിൽ നമുക്ക് ഭേദപ്പെടുത്തി എടുക്കാൻ പറ്റും. പക്ഷേ ചില സ്ത്രീകളിൽ എന്നെ പോലെ ഇത്തരം സിംറ്റംസ് ഒക്കെ കണ്ടിട്ട് നമ്മളത് വളരെ ലളിതമായിട്ട്, അല്ലെങ്കിൽ അതൊന്നും വലിയ സംഭവമല്ല എന്നൊക്കെ പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് ഡിസീസ് ആയിട്ട് മാറും. ഇനി നമുക്ക് അതായത് എനിക്ക് എങ്ങനെയാണ് ഈ ഒരു തൈറോയിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതും ഞാൻ എങ്ങനെയാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതും അതിന്റെ സിംറ്റംസ് ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഞാൻ ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവേ. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 2024 എൻ്റെ ഡെലിവറി കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം കെയറൊക്കെ നല്ലപോലെ നടന്നു. എന്നെ നോക്കാനൊക്കെ ഒരു മാമി ഉണ്ടായിരുന്നു, പിന്നെ വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഖത്തറിൽ. സോ നല്ല രീതിയിലൊക്കെ നടന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഡെലിവറി കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് ചൂടൊക്കെ ബോഡിയിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം കെയറിലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചൂടെടുക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും എനിക്ക് ചൂടൊക്കെ എടുക്കുന്ന പറഞ്ഞാൽ ഒരു കുഞ്ഞു ഫാൻ വരെ മേടിച്ചു. ഇവിടെ ഖത്തറിൽ അറിയാലോ, നമുക്ക് ഗൾഫിൽ AC ആണല്ലോ, ഫുൾ ഫാൻ ഒന്നും കാണൂല. എനിക്കാണെങ്കിൽ AC ഇടാനും പറ്റില്ല, കാരണം കുഞ്ഞ് നല്ല തണുക്കുമല്ലോ. വിന്റർ ടൈമിലാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞതും. അപ്പൊ പിന്നെ AC നമുക്ക് എപ്പോഴും വർക്കിംഗ് ആക്കി വെക്കാനും പറ്റൂല. അങ്ങനെ ഒരു കുഞ്ഞു ഫാനൊക്കെ വാങ്ങിച്ചു. എപ്പോഴും എനിക്ക് ചൂടാണ് കേട്ടോ. ഹസ്ബൻഡ് ഒരു ചോദിക്കും, ഇതെന്ത് എങ്ങനെ? ഞാൻ പറഞ്ഞ ഡെലിവറി കഴിഞ്ഞാൽ ചൂടൊക്കെ പിടിക്കുന്നില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ. അതുപോലെ തന്നെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ നെട്ടി എഴുന്നേക്കും, ബോഡി ഷെയ്ക്ക് ആവുന്ന ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ നെഞ്ചെടുപ്പ്, അതുപോലെ തന്നെ വണ്ണം വെക്കാനൊക്കെ തുടങ്ങി. അങ്ങനത്തെ ഇതൊക്കെ സാധാരണ ഒരു പോസ്റ്റ്മോർട്ടം ടൈമിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്, കോമൺ ആണെന്നും പറഞ്ഞ് ഞാനും തള്ളിക്കളഞ്ഞതാണേ. അങ്ങനെ 3 മാസം വരെ ഞാൻ ഇവിടെ ഖത്തറിലുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഫാമിലിയോടൊപ്പം ഞാൻ നാട്ടിലോട്ട് പോയി. അപ്പം നാട്ടിൽ പോയപ്പോഴും റീക്ക ഖത്തറിലായിരുന്നേ. റീക്കക്ക് ഓഫീസ് ഉണ്ടായിരുന്നതുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 3 മാസം ഞാനും എംറും നാട്ടിലാണ് നിന്നത്. അപ്പോഴും എനിക്ക് ഇതേ സിംറ്റംസ് ആണ്. എപ്പോഴും ഉറക്കം വരും, ഭയങ്കര ക്ഷീണമാണ്. കുഞ്ഞുറങ്ങുമ്പോൾ ഞാനും ഉറങ്ങും, കുഞ്ഞുറങ്ങിയില്ലെങ്കിൽ ഞാൻ ഉറങ്ങും. അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം എനിക്ക് എപ്പോഴും ഉറക്കം വന്നുകൊണ്ടേയിരിക്കും. 24 മണിക്കൂർ ഓട്ടോമാറ്റിക്കായി ഉറക്കം വന്നുകൊണ്ടിരിക്കും.
ഭയങ്കര ഒരു ടയേർഡ്നെസ്. ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചു. നാട്ടിൽ പോയപ്പോൾ കുറച്ചും കൂടെ വണ്ണം വെച്ചു. ഞാൻ വിചാരിച്ചു ഈ ഫുഡൊക്കെ കഴിക്കുന്നതിന്റെ ഇതായിരിക്കും, നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ പിന്നെ കഴുത്തിലൊക്കെ ഇങ്ങനെ പൊങ്ങി ഗോയിറ്റർ പോലെയൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അത് വണ്ണം വെച്ചപ്പം ബോഡിയിൽ ഉണ്ടായതായിരിക്കും, ആ ഒരു ചേഞ്ച് ആയിരിക്കും. എന്റെ കസിൻ ഒരു ദിവസം വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് തൈറോയിഡ് എന്താ? ഞാൻ പറഞ്ഞു എനിക്ക് തൈറോയിഡ് ഒന്നും ഇല്ല. എനിക്ക് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഡെലിവറിക്ക് മുന്നേ തൈറോയിഡ് എന്ന് പറഞ്ഞ സാധനമേ വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് തൈറോയിഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ എനിക്ക് ഇങ്ങനെ ഒരു തൈറോയിഡ് ഉണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എനിക്ക് കുഞ്ഞിന് ഞാൻ മിക്സ്ഡ് ഫീഡിംഗ് ആണ് ചെയ്തിരുന്നത്. അപ്പം മിൽക്ക് സപ്ലൈ എന്ന് പറയുന്നത് കുറവായിരുന്നു, പാല് കുറവായിരുന്നു. അപ്പം ഈ തൈറോയിഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പാല് കുറയാനുള്ള ഒരു ഫാക്ടറും കൂടെയാണ് ഈ തൈറോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടില്ല. അപ്പൊ അന്ന് പാല് കുറഞ്ഞപ്പോഴേ റീക്ക പറഞ്ഞു എൻ്റെ അടുത്ത് നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെയായിരുന്നു, നമ്മൾ അങ്ങനെയാണ് കരുതിയിരുന്നത്, ഉമ്മാക്കൊക്കെ ഇങ്ങനെയായിരുന്നു, ചിലപ്പോൾ ജെനറ്റിക്സ് ആയിരിക്കും, പാല് എനിക്കും കുറവായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയത് കേട്ടോ. അങ്ങനെ ഞാൻ അത് കാര്യമായിട്ടൊന്നും എടുത്തില്ല. അങ്ങനെ നാട്ടിൽ നിന്ന സമയത്ത് ഉറങ്ങുമ്പോഴാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോഴേ എന്തൊക്കെയോ ഇങ്ങനെ ഉള്ളത് പോലെയൊക്കെ തോന്നും. ചില സമയം ഇങ്ങനെ ചെലന്തി വല നെറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പെട്ടെന്ന് തോന്നാറുണ്ട്. പിന്നെ രാത്രി എന്ന് പറയുന്ന ഉറക്കം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ കുഞ്ഞിനെ ഫ്രീക്വന്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഉറക്കമൊക്കെ പോകുമല്ലോ, അങ്ങനത്തെ. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊക്കെ ആയിരിക്കും, ഉറക്കത്തിന്റെ പ്രശ്നമായിരിക്കും. പിന്നെ വിചാരിച്ചു അപ്പോൾ പിന്നെ ദേഷ്യം വരും, വിഷമം വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ അടുത്തായാലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് തന്നെയാണ് കരുതിയത്. ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഞാൻ റീക്കാക്ക് നാട്ടിൽ നിന്നപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്, കുറച്ച് സീരിയസ് ആണ്, നമുക്കൊന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ റീക്ക പറഞ്ഞു നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാം, നമ്മളിവിടെ കാണിക്കുന്ന ഗൈനക്കിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ഇതൊക്കെ കോമൺ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഖത്തറിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഡിപ്രഷനൊക്കെ അങ്ങ് കൂടാൻ തുടങ്ങി, ദേഷ്യവും കർശനൊക്കെ കൂടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പം ഇത്രയും നാൾ ഉമ്മായി വാപ്പയൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞിനെ നോക്കാനാണെങ്കിലും ഒരാളും കൂടെ ഉള്ളപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കത് വലിയ കാര്യമാണല്ലോ. അങ്ങനെ അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്. റീക്കാണെങ്കിൽ ജോലിക്ക് പോകും. ഒരു ദിവസം ഫസ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, റീക്ക ജോലിക്ക് പോയപ്പോൾ ഞാൻ കരഞ്ഞോണ്ട് ഓടിപ്പോവായിരുന്നു. കാരണം എനിക്ക് വട്ടായിപ്പോയി, ഇവൻ ഉറങ്ങുന്നില്ല, ഇവൻ കരച്ചില് ബഹളം, അങ്ങനെ എനിക്കും അതൊന്നും സഹിക്കാൻ പറ്റാണ്ട് മെന്റലി ഞാൻ അങ്ങ് തളർന്നു പോയി. ഓൾറെഡി ഫിസിക്കലി ഞാൻ ടയേർഡാണ്. പിന്നെ ഇവൻ ഇഴയുന്ന പ്രായമായിരുന്നു ആ സമയത്ത്. അപ്പോഴും ഇവനെ എപ്പോഴും കട്ടിലിട്ടിരിക്കും, ഞാനിങ്ങനെ ബോധം പോയി കിടക്കും. അതെനിക്ക് ഭയങ്കര ടയേർഡ്നെസ് ആണ്, ഒന്നും കുക്ക് ചെയ്യാൻ തോന്നില്ല. പിന്നെ ഒരു കുക്ക് ഇടയ്ക്ക് വരുമായിരുന്നു, ചില സമയം കുക്ക് വരാത്ത സമയത്ത് എനിക്ക് ഒന്നും ഉണ്ടാക്കാനോ ഒന്നും തോന്നില്ല. ഞാൻ ഓർഡർ ചെയ്താണ് മിക്ക ദിവസവും കഴിച്ചുകൊണ്ടിരുന്നത്, കാരണം എഴുന്നേക്കാൻ തോന്നണ്ടേ കട്ടിലീന്ന്. പിന്നെ കുഞ്ഞെ നോക്കല്ലോ, എങ്ങനെയൊക്കെയോ കുഞ്ഞെ നോക്കി. അങ്ങനെ പിന്നെ ഭയങ്കരമായിട്ട് നെഞ്ചെടുപ്പ് തോന്നി, ആങ്സൈറ്റി ഫീൽ, ഒരു പേടി. വീട്ടിലിരിക്കുമ്പോഴേ റീക്ക ജോലിക്ക് പോകുന്നല്ലോ, ഒറ്റയ്ക്ക് ഇരിക്കുന്നല്ലോ എന്നൊരു ഫീലൊക്കെ തോന്നി തുടങ്ങി. ഭയങ്കരമായിട്ട് പേടിയൊക്കെ വന്ന് റീക്ക അതുപോലെ തന്നെ ചില സമയം അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോകുമ്പോഴും പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. റീക്കാണെങ്കിൽ ഒരു ദിവസം ഇതുപോലെയാണ്, ഈവനിങ് ആയപ്പം പുറത്ത് പോകുന്നു, നീ ഉറങ്ങിക്കോ, നീ ഇന്ന് ഉറങ്ങിയില്ലല്ലേ. ഏതോ ഒരു ദിവസം ഞാൻ ഉറങ്ങാത്ത ദിവസമായിരുന്നേ. അങ്ങനെ ഞാൻ എമ്രു ഉറങ്ങിയ സമയം ഞാനും ഉറങ്ങി. അങ്ങനെ റീക്ക വന്ന് പെട്ടെന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടി, എന്താ റീക്ക എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ചോദിച്ചു. കാരണം ഞാൻ അങ്ങ് പേടിച്ചു പോയി. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇത് എല്ലാ ദിവസവും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ പറഞ്ഞു, റീക്ക നമുക്കൊന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം, നമുക്ക് നമ്മുടെ ഗൈനക്കിനെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കാണിച്ചു നോക്കാം, എന്താണ് സംഭവം എന്ന് ചെക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ നസീമിലാണേ കാണിക്കുന്ന. നസീമിൽ നമ്മൾ കാണിക്കുന്ന അതിന്റെ ഫോളോ അപ്പ് ഒക്കെ ചെയ്തിരുന്ന ഗൈനക്കിനെ, പ്രഗ്നൻസി ടൈമിൽ ഫോളോ അപ്പ് ഒക്കെ ചെയ്തിരുന്ന ഗൈനക്കിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ ആദ്യമേ തന്നെ പറഞ്ഞു നമുക്കൊന്ന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാം. തൈറോയിഡ്, ഇനിയിപ്പോൾ തൈറോയിഡ് ഉണ്ടോ? എന്തായാലും ഡോക്ടർ പറഞ്ഞല്ലേ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പോയി റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി, 69. അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത്രയും കൂടുതലാണ്, എന്ത് പറ്റി, ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് എൻഡോക്രിനോളജിസ്റ്റിനെ കാണിക്കാം, ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നല്ലൊരു ഡോക്ടറിനെ റെഫർ ചെയ്ത് തന്നെ. അങ്ങനെ എൻഡോക്രിനോളജിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ ആണെങ്കിൽ സ്കാനും ആന്റിബോഡി, തൈറോയിഡിന്റെ ആന്റിബോഡി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഡോക്ടർ അവസാനം എൻ്റെ അടുത്ത് റിസൾട്ട് ഒക്കെ കണ്ടിട്ട് പറഞ്ഞു കുട്ടിക്ക് എന്താണ് ഹാഷിമോട്ടോ ഡിസീസ് ആണെന്ന്. അപ്പൊ തന്നെ ഹാഷിമോട്ടോ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വേറൊരു പേരും കൂടെ പറഞ്ഞു, ഹൈപ്പോ തൈറോയിഡിസം ആണ്, ഇതിന്റെ ലൈഫ് ലോങ് ഉണ്ടാവും, അതായത് എൻ്റെ ഗ്ലാൻഡ് തന്നെ, തൈറോയിഡ് ഗ്ലാൻഡ് തന്നെ അടിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ എനിക്കൊരു മരുന്നൊക്കെ എഴുതി തന്നു, ഗുളിക. ഇത് ഞാൻ ലൈഫ് ലോങ് തന്നെ കഴിക്കും. അപ്പൊ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. അതായത് ഈ ഷുഗറൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ലൈഫ് ലോങ് ഗുളിക കഴിക്കില്ല, അതുപോലെയായി. ഇപ്പൊ ഞാൻ ലൈഫ് ലോങ് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഞാനും ഇത്തരം സിംറ്റംസ് ഒക്കെ ഉണ്ടായിട്ട് വെറുതെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞതാണ്. അതാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ, ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടർ എനിക്ക് ലിബ്രോ തൈറോക്സിൻ 100 mg എന്ന് പറയുന്ന ഒരു ഗുളിക, അത് 45 മിനിറ്റ്സ് മുന്നേ, ബ്രേക്ക്ഫാസ്റ്റിന് 45 മിനിറ്റ്സ് മുന്നേ കഴിക്കാൻ പറഞ്ഞേ. അങ്ങനെ അത് കഴിച്ച് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.
അങ്ങനെ അതൊക്കെ എഴുതി തന്നു. അപ്പോൾ ഈ ഒരു ഹഷിമോട്ടോ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മിസ്റ്റേക്കൻലി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് മേ ബി എൻ്റെ ഗ്ലാൻഡിനെ അടിച്ചു പോയതായിരിക്കും. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് എന്ന് ഞാൻ പറയാം, എനിക്ക് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ സെയിം ഹൈപ്പോതൈറോയിഡിസം സിംറ്റംസ് തന്നെയാണ്. ഞാൻ പെട്ടെന്ന് അങ്ങ് വണ്ണം വെച്ചു, ഭയങ്കര ക്ഷീണം, നെഞ്ചിടിപ്പ്, ആങ്സൈറ്റി, അതൊക്കെ തന്നെയായിരുന്നു കാരണം എന്ന് പറയുന്നത്. അപ്പൊ പിന്നൊരു കാര്യം, ഞങ്ങൾ ആദ്യം വിചാരിച്ച ഗ്യാസ്ട്രൈറ്റിസും പിന്നെ ഞാൻ വിചാരിച്ച പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് എന്നും പറഞ്ഞിട്ടാണ് ഡോക്ടറിന്റെ അടുത്ത് പോയത്. ഇത് രണ്ടും അല്ല, തൈറോയിഡ് ആണെന്നുള്ളത് പിന്നെയല്ലേ മനസ്സിലായി. അപ്പൊ അതായത് ജീവിതത്തിൽ ഇതുവരെയും തൈറോയിഡ് എന്ന് പറയുന്ന അസുഖം എനിക്ക് വന്നിട്ടേ ഇല്ല. ആ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എത്ര മാസമായി, കുഞ്ഞിനൊരു 8 മാസം, എനിക്ക് 8-9 മാസം ആയപ്പോഴാണ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതും പിന്നെ ഇങ്ങനെ ഈ ഒരു തൈറോയിഡ് ഉണ്ടെന്നൊക്കെ കൺഫേം ആക്കുന്നതും മെഡിസിൻ എടുത്ത് തുടങ്ങിയതും. സോ ഗൈസ്, എന്റെ അനുഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചത്. നമുക്കിതിൻ്റെ പരിഹാരം, അതായത് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയും പരിഹാരവും എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഒരു ബേസിക് ആയിട്ടുള്ളൊരു തൈറോയിഡ് ടെസ്റ്റ് നിങ്ങൾ എടുക്കുക, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത്, എൻഡോക്രിനോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ ബേസിക് ആയിട്ട് കാണിക്കുന്ന ഗൈനക്ക് ആയാലും മതി, ഗൈനക്കിനെ കാണിച്ചാലും ഒരു തൈറോയിഡ് ടെസ്റ്റ് എടുക്കുക. സോ ഗൈസ്, അപ്പോൾ ഇത്തരം സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചികിത്സയിൽ നിന്ന് എടുക്കാണ്ട് നേരെ നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കിനെയോ അല്ലെങ്കിൽ ഒരു എൻഡോക്രിനോളജിസ്റ്റിനെയോ ഒക്കെ കാണിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻഡോക്രിനോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പിന്നെ ഡിപ്രഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഒക്കെ തന്നിട്ട് ടിക്ക് ഇടാനൊക്കെ പറഞ്ഞു. അത് ടിക്കൊക്കെ ഇട്ടപ്പോൾ മാക്സിമം ഡിപ്രഷൻ ഉണ്ടെന്നുള്ളതും തെളിഞ്ഞ ഒരു കാര്യമാണ്. സ്വാഭാവികം, എല്ലാവർക്കും വരുന്നതാണല്ലേ. പിന്നെ ചിലർക്കത് മാറാതെ വലിയ പ്രശ്നങ്ങൾ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് വേറെ, അത് അതിൻ്റെതായ ചികിത്സയൊക്കെ എടുക്കണം. അപ്പോൾ ഗൈസ്, അതായത് നിങ്ങളൊരു അമ്മയാണ്, അല്ലെങ്കിൽ ഇനി ഡെലിവറി ഒക്കെ ചെയ്തൊരു അമ്മയാവാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ് ഉണ്ടായാൽ നിങ്ങൾ അവഗണിക്കരുത്. പകരം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെതായ ചികിത്സ എത്രയും പെട്ടെന്ന് തന്നെ തേടേണ്ടതാണ്. സോ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഇനി ഡെലിവറി ചെയ്യാൻ പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ, ഡെലിവറി കഴിഞ്ഞ അമ്മമാരാണെങ്കിലും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്തും അതുപോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും സംശയങ്ങളും ഒക്കെ കോമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ, ഞാനൊരു ഡോക്ടറൊന്നും അല്ല, എൻ്റെ അനുഭവത്തിലൂടെ എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.